إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അള്ളാഹു തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ചില അമൂല്യ വസ്തുക്കളെ, ചില വില കൂടിയ സാധനങ്ങളെ നമ്മൾ ഉരുക്കാറുണ്ട്. ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉരുക്കാറുള്ളത്. ഉരുക്കലിന് വിധേയമാകുമ്പോഴാണ് ആ വസ്തു സമ്പൂർണമായി ശുദ്ധീകരിക്കപ്പെടുക. സ്വർണം ഉരുക്കുക, ചെമ്പുകൾ ഉരുക്കുക, എന്നിട്ട് അവയെ പാകപ്പെടുത്തുക, എന്നിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. ഇത് നമ്മുടെ പതിവാണ്. സഹോദരങ്ങളെ, ഉരുക്കലിന് വിധേയമാവുക എന്ന് പറയുന്നത്, ഉരുക്കലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് അതിതീക്ഷ്ണമാണ്. ഈ അവസ്ഥ തരണം ചെയ്താലേ ഇഷ്ടമുള്ള വസ്തുക്കളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്തുവിലേക്ക്, അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായതെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്നേഹം, അവന്റെ പൊരുത്തം കിട്ടുക എന്ന് പറയുന്നതാണല്ലോ. ഈ പൊരുത്തം കിട്ടാൻ മനുഷ്യരായ നമ്മെ ചില ഉരുക്കലിന് വിധേയമാക്കണം.
നമ്മെ ചില ഉരുക്കലിന് വിധേയമാക്കണം. സത്യത്തിന്റെ വഴികളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ചില ഉരുക്കൽ നമ്മൾ വിധേയമായേ പറ്റുള്ളൂ. അത് നമ്മൾ ചില സൽഗുണങ്ങൾ കൈവരിക്കേണ്ടതിലുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ഗുണത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നസീഹത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ശക്തമായ ക്ഷമ, തീവ്രമായ സഹനം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഈ ക്ഷമയുടെയൊക്കെ മേന്മകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞുതരാൻ കാരണം. വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, വല്ലാഹു മഅസ് സ്വാബിരീൻ വബശ്ശിരി സ്വാബിരീൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അതിന്റെ അർത്ഥം പറയണ്ടല്ലോ. അസ്സബ്റു ദിയാഉൻ, ക്ഷമ അതൊരു വെളിച്ചമാണ്. ഒരു വലിയ സൂറത്തു നിസാ അവസാനിപ്പിക്കുന്നത് തന്നെ യാ അയ്യുഹല്ലദീന സ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ് ലഅല്ലകും തുഫ്ലിഹൂൻ. ഫലാഹ്, വിജയമുള്ളിടത്താണ് നമ്മൾ നിൽക്കുക. വിശ്വാസികളെ, നിങ്ങൾക്ക് വിജയിക്കണോ? സ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം. വസാബിറൂ, ക്ഷമയിൽ അതിജയിക്കണം. വറാബിതു, എന്തിനും സമരസജ്ജരാവണം. എല്ലാറ്റിലും ഉപരി വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിച്ചാൽ ലഅല്ലകും തുഫ്ലിഹൂൻ. സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞത് ക്ഷമയിലൂടെ ചിന്തിക്കേണ്ടുന്ന വിപുലമായ മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നിറഞ്ഞ അവലക്ഷണങ്ങള്, തിന്മകൾ ലോകത്ത് പെരുകാണ്. എവിടെയും പ്രശ്നങ്ങളാണ്. അനൈക്യത്തിന്റെ ഒരുപാട് അനാശാസ്യതകൾ വർദ്ധിക്കുകയാണ്. എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ദുഃഖം സഹിക്കവയ്യാതെയാണ് ഞാൻ ആ ഒരു തെറ്റ് തുടങ്ങിയത്. ചില മുഴുകുടിയന്മാരായ മദ്യപാനികളായ ആളുകളോടൊക്കെ പലരും ചോദിച്ചാൽ അവർ പറയുന്നൊരു വാക്കാണ്, എന്റെ ദുഃഖം സഹിക്കവയ്യാതെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. പലിശ വാങ്ങണമെന്ന് വിചാരിച്ചതൊന്നുമല്ല, വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയപ്പോൾ വാങ്ങിയതാണ്. ഞാനൊരു കള്ളനാകണമെന്ന് വിചാരിച്ചതല്ല, കണ്ടപ്പോ ഞാൻ ആ കാശ് കണ്ടപ്പോ അങ്ങ് എടുത്തുപോയതാണ്, അതിൽ പെട്ടുപോയതാണ്. ഞാൻ അവിടെ നിന്ന് നുണ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാതാവും. അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അല്ലെ, സുബഹിക്ക് വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അതങ്ങ് നടക്കുന്നില്ല. എത്രയായിട്ടാ പിടിച്ചു നിൽക്കുക? തെറ്റിലേക്ക് പോവണ്ടെന്ന് വിചാരിച്ചതാ, ഞാൻ ആ തെറ്റിലേക്ക് അങ്ങ് പെട്ടുപോയി. ഇങ്ങനെ ഒരുപാട് ന്യായങ്ങളും അന്യായങ്ങളൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ വർത്തമാനങ്ങളിൽ വരാറുണ്ട്. എന്തുകൊണ്ട് സഹോദരങ്ങളെ? കുറവുകൾ എവിടെയാണ്? മഹാസൗഭാഗ്യത്തിന്റെ സന്ദേശമായി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അത് പറയുമ്പോ എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം എന്താ ക്ഷമ എന്നുള്ളത്. പക്ഷേ ഇതിന്റെ വഴികളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോ ഈ ഒരു സൽഗുണത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് എത്താൻ കഴിയാത്തതാണ് പല നന്മകളിൽ നമ്മൾ പിന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാവും. ക്ഷമ വേണ്ട 3 മേഖലകളുണ്ട്. ഒന്ന്, സബ്റുൻ അലാ ത്വാഅത്തില്ല, അല്ലാഹനെ നന്നായി അനുസരിക്കണോ, കനത്ത ക്ഷമ വേണം. സബ്റുൻ അൻ മഅസിയത്തില്ല, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാതിരിക്കണോ, ക്ഷമ വേണം. നേരെ ശ്രദ്ധിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞത് അല്ലാഹനെ അനുസരിക്കണോ, ക്ഷമ വേണം. അല്ലാഹന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ കനത്ത ക്ഷമ വേണം. സബ്റുൻ അലൽ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, ജീവിതത്തില് നമ്മെ വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണോ, നല്ല ക്ഷമ വേണം. റബ്ബിന്റെ തീരുമാനത്തിനോട് നമ്മൾ ക്ഷമ കാണിക്കുക. ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, അല്ലേ, അള്ളാന്റെ വിധിയോട് കാണിക്കുന്ന ക്ഷമ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെന്തും അള്ളാഹുവിന്റെ വിധിയാണ്. നമ്മളെപ്പോഴൊക്കെ ചിരിക്കണോ, നമ്മളെപ്പോഴൊക്കെ കരയണോ, നമ്മൾ സന്തോഷിക്കണോ, നമ്മൾ ദുഃഖിക്കണോ, നമ്മുടെ ജീവിതത്തിലെല്ലാം അള്ളാഹു വിധിച്ചു വെച്ചിട്ടുണ്ട്. റബ്ബിന്റെ തീരുമാനമാണത്. ഈ തീരുമാനം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സുഖം വന്നാലും ദുഃഖം വരികയാണെങ്കിലും ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, എങ്ങനെ
ഇന്നലെ ചിരിക്കാൻ വിധിച്ച പടച്ചവനാണ് ഇന്ന് കരയാനും വിധിച്ചത്. അതുകൊണ്ട് അള്ളാന്റെ വിധിയാണത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, ഏതിലും അള്ളാഹുവിന് വഴിപ്പെടണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കണോ, നല്ല ക്ഷമ വേണം. ഹലാലുകൾ ജീവിതത്തിൽ കൊണ്ടുവരണോ, പരീക്ഷണങ്ങൾ പിടിച്ചു നിൽക്കണോ, നല്ല ക്ഷമ വേണം. അതുകൊണ്ടല്ലേ ഇവർക്കുള്ള മഹത്വവും അവർക്കുള്ള പ്രതിഫലവും അള്ളാഹ് ആദ്യം പറഞ്ഞുതരാ, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. എന്താ പറഞ്ഞത്? എല്ലാവർക്കും കിട്ടുന്നതല്ല ഈ കൂലിട്ട. അള്ളാഹു ആദരിച്ചിരുത്തുകയാണ്, മംഗളാശംസകൾ നേരുകയാണ്, സലാമത്തറിയിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട സ്ഥലത്ത് അള്ളാഹു നമ്മെ കൊണ്ടുപോയി ഇരുത്തുക. ആരെ എന്ന് പറഞ്ഞു തരിക. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെയൊക്കെ സംഗതികളാണെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എത്രയോ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നു. പലരും ഉണർത്തിയിട്ടും വീണ്ടും വീണ്ടും നമ്മൾ തെറ്റുകൾ വരുന്നു. ചെയ്യാനുള്ള എത്രയോ സംഗതികൾ ചെയ്യാതെ പോകുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടല്ലോ. എന്തിന്റെ കുറവാ? നിങ്ങൾ ശാന്തായി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പ്രസംഗത്തിന് പറയുന്നതല്ല, ഒന്ന് സമാധാനത്തിലിരുന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെയാണ് അസ്സബ്റുൽ. മറ്റൊരു രൂപം നമ്മൾ പഠിക്കണമെന്നറിയാം. ഞാൻ ഓതി വെച്ച ആയത്ത്, വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഭയം, വിശപ്പ്, പലതരങ്ങളിലുള്ള കുറവുകള്, ഏതിലൊക്കെ? സമ്പത്തിൽ, ശരീരത്തില്, അതേപോലെ തന്നെ കായികനികളിൽ, പല കായികനികളിൽ എല്ലാം കുറവുകൾ വരും. നമ്മൾ നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കൾക്കാണ് നിങ്ങൾ സുവാർത്ത അറിയിക്കേണ്ടത്. നിങ്ങൾ ഈ ആയത്തിനൊന്ന് ശരിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ഒന്ന് ആലോചിച്ച് എഴുന്നേൽക്കാവൂ. പേടി, ഭയം, വെറുതെ എങ്കിലും പേടി, അല്ലെ? ശത്രുക്കളെ മാത്രല്ല, അകാരണമായ ഭീതികള്. എന്തെന്ന് ചോദിച്ചാൽ എന്തിനാന്നറിയില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ജാതി ടെൻഷൻ, ഒരു അസ്വസ്ഥതകള്. നിങ്ങളെന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ല പേടിക്കൊന്നും വേണ്ട, എന്നാലും ഒരു പേടി, അല്ലെ? ശത്രുവിനെ പേടി, ജോലിയിൽ പലതും നഷ്ടപ്പെടുമോ എന്ന് പേടി. നിങ്ങൾ പേടിയുള്ള നാടുകളെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അവരൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ എന്താവും? നമ്മുടെ മനസ്സിന്റെ പ്രതികരണങ്ങളെപ്പോലും ആ സമയത്ത് അല്ലാഹു നോക്കുന്ന. വനബിലുവാഹ്ബാറക്കും, നിങ്ങളുടെ വർത്തമാനങ്ങളെ വരെ നമ്മൾ നിരീക്ഷിച്ച് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ഇതൊക്കെ കൊണ്ടു നിർത്തിയിട്ടാണ് വബശ്ശിരിസ് സാബിരീൻ എന്ന് പറഞ്ഞത്. ഇതിൽ ആദ്യം പറഞ്ഞ വാക്കെന്തറിയാമോ? ഭയം പറയുന്നതിന്റെ കൂടെ വൽജൂഅ്. പ്രിയപ്പെട്ടവരെ, വൽജൂഅ്, നമ്മളൊക്കെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ? വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ്. ഏറ്റവും പ്രധാനം നമ്മൾ ചിന്തിക്കേണ്ടത് വിശപ്പിനെ കുറിച്ചാ, അല്ലേ? നമ്മളൊക്കെ മാന്യമായി പെരുമാറുന്നവരാണ് പല രംഗത്തും. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയ വിശന്ന് നോക്കണ്ടേ? നമ്മുടെ സ്വബറിന്റെ അളവറിയണമെങ്കിൽ നമുക്ക് നല്ല വിശക്കണം, അല്ലേ? കിട്ടാഞ്ഞിട്ടാവാം, ഉള്ളത് തിന്നാൻ നേരം കിട്ടാഞ്ഞിട്ടാവാം. എങ്ങനെയാണെങ്കിൽ ശരിക്കും സ്വഭാവം അറിയണമെങ്കിൽ വിശക്കും. ചില നോമ്പ് കാലങ്ങളിലൊക്കെ ചില സമയങ്ങൾ ആളുകളുടെയൊക്കെ പെരുമാറ്റം വളരെ രൂക്ഷമായി പോകുന്നത് വിശപ്പ് കൂടുമ്പോഴാണ്. കാരണം എന്താ അറിയാം? വിശപ്പ് കൂടുമ്പോ നമുക്ക് ദേഷ്യവും കൂടും. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. എന്നാൽ നമ്മൾ ആലോചിക്കേ, ഏറ്റവും നന്ദിയും കടപ്പാടും കാണിക്കേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല സഹോദരങ്ങളെ. അള്ളാഹ് പറയുന്നത് ഞങ്ങളെ പരീക്ഷിക്കും. മുമ്പുള്ള ആളുകൾ, മുതിർന്ന, നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ തലമുതിർന്ന ആളുകളോട് നമ്മൾ ചോദിച്ചാൽ അവരുടെ ഒക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഈ കഞ്ഞി കുടിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ആളുകൾ തന്നെ കഞ്ഞി കുടിക്കുന്നവരുണ്ടായേക്കാം. പക്ഷെ എന്താണെന്നറിയോ? ഞാൻ കഞ്ഞിയാ കുടിക്കണമെന്ന് വെച്ചാൽ തന്നെ അത് എന്തോ ഒരു താഴ്ന്നൊരവസ്ഥയ്ക്ക് എത്തിപ്പെട്ട മാതിരിയാണ് കാണുക. എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ വരുമ്പോ മാത്രം കുടിക്കുന്ന സാധനമായിട്ട് അത് മാറിയിട്ടുണ്ടാവും. താളും തവരയും തിന്നുന്ന അവസ്ഥകൾ ഈ തലമുറക്ക്, അഥവാ 2000-ന് ശേഷം ജനിച്ച ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ പോലും അറിയില്ല.
ഇന്ന് അത്രമാത്രം സുഭിക്ഷതയുണ്ട്. അൽഹംദുലില്ലാ. അഹ്ലു സുഫ എന്ന് പറഞ്ഞ് മദീന പള്ളിയുടെ മുറ്റത്തൊരു ചെറിയ വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഹിജ്റ വന്നിട്ടേ തിന്നാനില്ലാഞ്ഞിട്ട് അസ്വസ്ഥതപ്പെട്ട് മുറ്റത്ത് വന്നിരിക്കും. ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ ആരെങ്കിലും ഒന്ന് വിളിച്ചു പോയിരുന്നെങ്കിൽ, ഒന്ന് കൊണ്ടുപോയിട്ടെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന പാവങ്ങളായ ആളുകള്. അല്ലാഹുവിന്റെ ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൊല്ലക്കാലം ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരിവില് ആ പട്ടിണി കിടന്ന രംഗങ്ങളില്ലേ. എന്നിട്ട് ഒരു നേരം ഭക്ഷണം കിട്ടുമ്പോ എന്താ പറയാ അറിയാമോ? അവര് പറയുന്നൊരു വാക്ക് ഉണ്ട്, അൽഹംദുലില്ലാ കാന യഹ്മദുല്ലാഹ് അലാ തുആമിഹി വശറാബിഹി വകിസ്വതിഹി. അമ്പിയാക്കന്മാരുടെ മഹത്തായ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു തരിക. തിന്നാൻ കിട്ടിയാല്, കുടിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ധരിച്ചാൽ കാന യഹ്മദുല്ലാഹ്, ഭക്ഷണത്തിൽ അള്ളാഹുവിനെ അവർ സ്തുതിച്ചിരുന്ന, എന്ത് കിട്ടിയാലും സ്തുതിച്ചിരുന്നു. നോക്കിയേ, അമ്ന്, നിർഭയത്വം, സമാധാനം. ഒരു നേരം സമാധാനം ഇല്ലെങ്കിൽ തിന്നുന്ന കുടിക്കണ വെള്ളത്തിന് സഹോദരങ്ങളെ സ്വസ്ഥത കിട്ടുമോ? ഈ നേരത്തെ നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ ഗസയിലെ സഹോദരന്മാര്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു, ലോകത്ത് എല്ലാവരും പട്ടിണി കിടക്കുന്ന ഒരേ ഒരു ചെറിയ ഭൂപ്രദേശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ താമസിക്കുന്ന നാടാ. കഴിഞ്ഞ വെള്ളിയാഴ്ച അവര് നടത്തിയ ഖുത്ബയിൽ ആ വാക്ക് പലയിടങ്ങളിലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ എല്ലായിടത്തും അത് കേൾക്കാം. ഖതീബ് മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞ ഒരേ ഒരു വാക്ക്, ലാ ഖദിറു അലൽ കലാം ബിസബബിൽ ജൂ. വിശപ്പിന്റെ കഠിനതയാൽ, കാഠിന്യത്താൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല. വലാ തഖ്തദിറൂൻ അൻതും അലസ്മാ ബിസബബിൽ ജൂഇ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിങ്ങൾക്ക് തൊട്ട് കേൾക്കാനും കഴിയില്ലെന്ന് എനിക്കറിയാം. നഖിമുസ്സലാ, നമുക്ക് നിസ്കരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ സഹോദരങ്ങളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെയും അവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശന്ന് മരിക്കുക കേട്ടിട്ടേ ഉള്ളൂ, അനുഭവിച്ചിട്ടുണ്ടാവില്ല. ശ്രദ്ധിച്ചു നോക്കണം. വിശന്ന് മരിക്കണമെങ്കിൽ 3-4 ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിയണമെന്നാണ്. ഒന്നും തിന്നാതിരുന്നാലേ ശരീരം തളരും. 2-3 ദിവസം ആ ശരീരം അങ്ങനെ തന്നെ നമ്മളെ സംരക്ഷിച്ചു നിർത്തും. തളർത്തി അവിടെ അങ്ങനെ കിടക്കും. എന്നിട്ട് കിട്ടാതെ വന്നാൽ മാത്രമേ ഈ ലോകത്തുനിന്ന് അത് പിരിഞ്ഞു പോകുള്ളൂ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. റബ്ബേ, നമ്മളെവിടെയാ? രാവിലെ നേരം വെളുത്തെണീറ്റ് രാത്രിക്ക് കടക്കപ്പായിലേക്ക് തിരിച്ചു ചെല്ലുന്നതിന് മുമ്പ് എത്ര വട്ടം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും? 3 വരിയൊന്നല്ലപ്പ, 3 എന്നൊക്കെ പറഞ്ഞ ഒരു സാധാരണ 3 എത്ര തിന്നാൻ പാടില്ല. എന്നാലും 3 അല്ല 5, 6, 7 പ്രാവശ്യം കഴിക്കുന്നവരില്ലേ? അല്ലേ? എങ്കിൽ ഞങ്ങൾ അത് അങ്ങനെ ആലോചിച്ച് നോക്കുക. വബശ്ശിരി സ്വാബിരീൻ, ഒന്നുകൂടി അതിലേക്ക് ചേർത്തി വെക്കണം. ധനത്തിന്റെ കാര്യത്തിൽ, ശരീരത്തിന്റെ കുറവുകള്, അവയവങ്ങൾക്ക് പ്രവർത്തനശേഷി ഇല്ലാതാവുക, അംഗവൈകല്യത്തോടുകൂടി ജനിക്കുക. വബശ്ശിരി സ്വാബിരീൻ. ഈ സ്വബ്ർ എന്ന് പറയുന്നത് അറിയോ? അള്ളാഹുവിന്റെ ത്വാഅത്തിന്മേൽ ഈ ശരീരത്തെ പിടിച്ചു നിർത്താനുള്ള അങ്ങേയറ്റത്തെ മനോബലം നമുക്ക് വേണ്ടേ? 2 കാലുമില്ലാത്ത അതിസമർത്ഥയായ, പേര് തന്നെ പ്രക്ഷോഭിത എന്നുള്ള ആ സുന്ദരിയായ ഒരു പെൺകുട്ടി, പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചേർത്ത് വായിച്ചോളുക. അവൾക്ക് 2 കാലുമില്ല, ജനിച്ച തന്നെ കയ്യും കാലും ഒന്നും ഇല്ലാതെയാ. പക്ഷേ അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ് അവള്. അവള് ചോദിച്ചത്, ഒരു 5 ലക്ഷം, ഒരു 10 ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നിട്ട് കാല് വേണോ, കാറ് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാ കാറ് വേണമെന്നല്ല. നിങ്ങൾ ചിലപ്പോ അങ്ങനെ ആയിരിക്കും പറയാ. ഞാൻ പറയാ എനിക്ക് കാല് വേണമെന്നാണ്. കാല് വേണമെന്നാ. അതിന്റെ ആ ഒരു ആസ്വാദനം, അതിന്റെ ആ കുതിരത്തും അതിന്റെ കഴിവും ഞാമത്തും ഇല്ലാതിരിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ എന്നാണ്. അല്ലേ സഹോദരങ്ങളെ? ആലോചിച്ചോളൂ കേട്ടാ. പല ആവശ്യമുള്ള ആളുകൾ വേഗത്തിൽ മരിക്കുക. ഒരു നല്ല നേതാവിന്റെ സമൂഹത്തിന് ആവശ്യമായിരുന്നു. ആ നേരത്താണ് അയാൾ മരിക്കുന്നത്.
അയാളെ കുടുംബത്തിന് ആവശ്യമായിരുന്നു. അല്ലെ, ജീവിച്ചു മതിയാകാതെ തിരിച്ചു പോകുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ മരണത്തിന് ശേഷമാണ് പിന്നെ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. മതിയായില്ല എന്ന് അള്ളാഹു തിരിച്ചു വിളിക്കുക. വനബലുവാഹ്ബാറക്കും, അന്നേരത്തുള്ള നമ്മുടെ വാക്കുകൾ വരെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഒരാൾ, സഹോദരങ്ങളെ, എന്ത് പ്രയാസം അനുഭവിക്കുന്നു എന്നതല്ല, അതിനോടുള്ള നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാകുന്നതും അത് ദോഷകരമായി മാറുന്നതും. അതുകൊണ്ട് തന്നെ വബശ്ശിരി സ്വാബിരീൻ, അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പറഞ്ഞെന്തറിയാമോ? ഫസ്ബിർ കമാ സബറു ഉലുൽ അസ്മി മിനർ റുസുൽ. ഉലുൽ അസ്മിൽപ്പെട്ട 5 നബിമാരുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് 4 ആളുകൾ, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മുസാ നബി അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം. അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ കനത്ത ക്ഷമ ഞാൻ ബയാൻ ചെയ്യുന്നില്ല, നിങ്ങൾ എടുത്തു വെക്കണം. എന്നിട്ട് റസൂലിനോട് പറയാ, നിങ്ങൾ ഭയങ്കരം ക്ഷമിക്കണം. ഇതുവരെയും ക്ഷമിക്കണ്ടല്ലായിരുന്നോ? പക്ഷെ ആ വാക്കിന് മഹത്തായ മൂല്യങ്ങളും ആഴമേറിയ അർത്ഥങ്ങളുമുണ്ട്. എങ്ങനെ? നബിക്ക് തണല് നൽകുന്ന വാക്കുകളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത് അനാഥനായിട്ടാ. ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഉമ്മ, വല്ലിപ്പ, കുടുംബങ്ങളെല്ലാരും പോയി. ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പേ തന്റെ പ്രിയപ്പെട്ട പ്രിയതമയും പോയി. അങ്ങനെയെല്ലാം മറന്ന് ദഅവത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അപരിചിതരായ ആളുകളിൽ നിന്ന് അനുഭവിക്കേണ്ടതിനേക്കാളും വിഷമങ്ങൾ അടുത്ത കുടുംബങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ട് റസൂലിനോട് പറയണ്ടറിയാം, ജീവിതത്തിൽ വിജയിക്കണോ നബിയേ, ഫസ്ബിർ, കനത്ത ക്ഷമ വേണം. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വല്ലദീന സബറു ബിദ്ദുആഹ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ വയദ്റഊന ബിൽഹസനത്തി സയ്യിഅ ഉലൈക ലഹും ഉഖ്ബദ്ദാർ. അന്തസ്സാർന്ന മഹനീയമായ പര്യവസാനം ലഭിക്കുന്ന വിഭാഗം ആരെന്ന് ഖുർആൻ സൂറത്തു റഅദിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുക, നിസ്കാരം നിലനിർത്തുക, രഹസ്യമായും പരസ്യമായും തനിക്ക് ലഭിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, തിന്മകളെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ഇവർക്കാണ് അന്തസ്സാർന്ന പ്രതിഫലമുള്ളത്, നല്ല മഹനീയമായ രക്ഷയുള്ളത്. ആലോചിച്ച് നോക്കിയേ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, അല്ലാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ച് ക്ഷമിക്കുക, നിസ്കാരവും സക്കാത്തും എല്ലാം ജീവിതത്തിൽ ഉണ്ടാവുക, പടച്ചോന്റെ പൊരുത്തം കിട്ടാൻ ക്ഷമിക്കാന്നാണ്. ഇത് ആപത്ത് വരുമ്പോഴുള്ള ക്ഷമല്ലട്ടോ. അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ ക്ഷമ വേണം. പലതും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ക്ഷമ വേണം. സുബഹിക്ക്, ഇന്നത്തെ സുബഹി, ഇന്നലെ അല്ല, സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ വരാൻ നല്ല ക്ഷമ വേണം. ജോലിയുടെ ഭാരം, ശരീരത്തിന്റെ ക്ഷീണം, ഉറക്കിന്റെ ആവശ്യങ്ങൾ എല്ലാം കൂടി വരുമ്പോ തളർന്ന് കിടക്കാനാണ് ആഗ്രഹമെങ്കിൽ അവിടെ നമ്മൾ ജയിച്ചോ? വേറെ ഒരാളോടൊന്നും ചോദിക്കരുത്, അവിടെ ഞാനും നിങ്ങളും ജയിച്ചോ? സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കിയേ. പലരും തെറ്റായത് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഞാനില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഭയങ്കര സബർ വേണ്ടേ? അതുകൊണ്ടല്ലേ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, റബ്ബനാ അഫിരി അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. റബ്ബനാ അഫിരി അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ. ഒരേ വാക്കുകളെ തന്നെ എന്ത് ചെയ്യാന്നറിയാം, വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ വിശദീകരിച്ചു തരാ. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് നിർത്താൻ കഴിയുന്നില്ല എന്ന് സങ്കടത്തോടെ പലതിനെക്കുറിച്ചും പരിഭവം പറയുന്ന നമ്മൾ തന്നെയാണ് 10 നേരം കള്ളുടിച്ചിരുന്ന മനുഷ്യന്മാരെ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവരായി എന്ന ചരിത്രം പറഞ്ഞുകൊടുക്കുക, ചരിത്രം കേൾക്കുക. അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത്, വലിയ തോട്ടങ്ങൾ നശിപ്പിക്കുന്നത്
വലിയ വലിയ മൃഗങ്ങളൊന്നും ആയിക്കൊള്ളണമെന്നില്ല, ചെറിയ ചെറിയ കുറുനെരികളായിരിക്കും, അല്ലെ? വലിയ വമ്പൻ വീടുകളെ കേടുവരുത്താൻ ഇത്തിരി പോന്ന ചെതലുകൾക്ക് കഴിയും. ഞാനും നിങ്ങളും എവിടെയാണ് പരാജയപ്പെടുന്നത് എന്നതിന്റെ സൂചനയാണ് ഞാൻ തന്നത്. ചെറിയ നന്മകൾക്ക് പോലും കനത്ത ക്ഷമ വേണം ജീവിതത്തിൽ സഹോദരങ്ങളെ. നമ്മുടെ വീട്ടിലെ പ്രായമായ ആളുകളോടുള്ള പെരുമാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രായം കൂടുന്തോറും ഒരുപക്ഷെ പ്രയാസകരമായ അനുഭവങ്ങൾ അവരിൽ നിന്നുണ്ടായേക്കാം. അവിടെയല്ലേ വെറുപ്പ് പ്രകടിപ്പിക്കാതെ, വെറുപ്പ് തോന്നാതെ അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ പെരുമാറേണ്ടത്. മറ്റേതെന്താ, വെറുപ്പ് പുലർത്തിയിട്ട് വെറുപ്പോടുകൂടിയാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ അതിന് ക്ഷമിക്കാന്നല്ല പറയാ, അതിന് സഹിക്കാന്നാ പറയാ. സഹിക്കാന്നല്ലാതെ എന്താ ചെയ്യാ? ഞാൻ എന്തെല്ലാം വിചാരിച്ചുകൊണ്ട് ഇതിനെ വേറെ ഏതെങ്കിലുമൊക്കെ ആതുരാശ്രമങ്ങളിൽ ആക്കിയാലെന്ന് വിചാരിച്ചു, നാട്യരെന്താ പറയാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. 10 ദിവസം അവിടെ കൊണ്ടുപോയി നിർത്തട്ടെ എന്ന് വിചാരിച്ചാൽ അതും നടക്കൂല എന്നൊക്കെ ചിലരൊക്കെ ചേർത്തി പറയുമല്ലോ. ഇതിന് ക്ഷമിക്കാന്നല്ല പറയാ, ഇതിന് കൂലിയില്ലല്ലോ. അതേസമയം അല്ലാഹു ഇവരെ സംരക്ഷിക്കാൻ, ഇവരെ അവരോട് മാന്യമായി പെരുമാറാൻ, അവരെ വളർത്താൻ അല്ലാഹ് എനിക്ക് തന്ന അവസരമാണിത്. അൽഹംദുലില്ലാഹ് ഫസബ്റൻ ജമീൽ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയൊക്കെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര വിജയിക്കാൻ നമുക്ക് കഴിയും. ക്ഷമയില്ലായ്മ കൊണ്ട് എത്ര ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. നാട്ടിൽ പറയുന്നൊരു പ്രയോഗമുണ്ട്, ഒരു ദേഷ്യത്തിന് കിണറ്റിൽ ചാടിയാൽ അങ്ങനത്തെ 100 ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറാൻ കഴിയില്ലെന്നുള്ള, അല്ലെ? ഈമാനെ നശിപ്പിക്കുന്നതിനെ സൂക്ഷിക്കണം. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത്, ലാ തഅലം. ഒരാള് നബിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോ എന്ത് ഉപദേശം തരാനാണ് തോന്നുന്നത്? എനിക്കൊരു നസീഹത്ത് വേണം പറഞ്ഞു. നിങ്ങളൊന്ന് ഉപദേശിക്കണം. നബി അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ലാ തഅലം. ദേഷ്യപ്പെടരുത്, കോപിക്കരുത്. ഇയാള് പിന്നെയും പോയിട്ട് പിന്നെയും വന്നു. അപ്പോഴും പറയണത്, നീ ദേഷ്യപ്പെടരുത്, നിനക്കത് മദീന. ദേഷ്യം വരുമ്പോ നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുകയാണെങ്കിൽ കിടക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ദേഷ്യം കൂടാണോ പോയി ഒതുകൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. നമ്മൾക്ക് എന്താ സംഭവിച്ചെന്നറിയാം? ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് എഴുന്നേൽക്കുക, അതോടുകൂടി എല്ലാം ഹലാസായിട്ടുണ്ടാവും. എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക. ഉമ്മ ഭക്ഷണം വിളമ്പുന്നുണ്ട്, കൂട്ടത്തിൽ ആരോ ഒരാൾ എന്തോ ഒന്ന് പറഞ്ഞു, മറ്റയാൾ അതിന് മറുപടിയും പറയുന്നു. കൂടെ ആ പറഞ്ഞവൻ എഴുന്നേറ്റ് പോയി, മറുപടി പറഞ്ഞവനും എഴുന്നേറ്റ് പോയി. ഉമ്മ വിളമ്പിയ ഭക്ഷണം ആരും കഴിക്കാതെ അന്ന് അവസാനിപ്പിച്ചാൽ പിറ്റേന്ന് ഉമ്മ ഇത് വല്ല പൂച്ചക്കോ മാടുകൾക്കോ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഭക്ഷണം മാത്രമല്ല, ആ ഇട്ടുകൊടുക്കുന്നത് ഒരു കുടുംബത്തിന്റെ സന്തോഷം കൂടിയാണ്. അല്ലേ പ്രിയപ്പെട്ടവരെ? എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരാൾക്കൊന്നും മിണ്ടാതിരുന്നാൽ മതി, എത്ര വഴക്കുകൾ ജീവിതത്തിൽ ഇല്ലാതാകുമായിരുന്നു. ഒറ്റ വാക്കിനെ സൂക്ഷിച്ചാൽ മതിയായിരുന്നില്ലേ? നിങ്ങൾ വായിച്ചിരിക്കും ഡെയ്ൻ കാർണഗിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ. മഹാനായ എഴുത്തുകാരനാ അദ്ദേഹം. ഇങ്ങനെ ഒരു അനുഭവങ്ങൾ പറയുന്നതിനിടക്ക് എബ്രഹാം ലിങ്കനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, വായിച്ചിരിക്കും നിങ്ങൾ. അദ്ദേഹം ഒരിക്കലൊരു പ്രസംഗം നടത്തി ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഒരു പെൺകുട്ടി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ദേഷ്യത്തോടെ, നിങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞ എല്ലാ കണക്കുകളും തെറ്റാ. എന്ത് പ്രസംഗം! അയാൾക്കാണെങ്കിൽ തിരിച്ചു ഭയങ്കര ദേഷ്യം വന്നു. അയാൾ വീട്ടിൽ വന്ന് ഈ കുട്ടിക്കൊരു മറുപടി എഴുതാണ്. വളരെ പരുഷമായ വാക്കുകൾ വെച്ച് എഴുതി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്നടത്ത് ചെന്നപ്പോ ആ ജോലിക്കാരൻ അന്ന് അടച്ചു പോയിട്ടുണ്ട്. കത്തടച്ചു വെച്ചു. പിറ്റേന്ന് 12 മണിക്കൂറുകൾക്ക് ശേഷം ഇയാൾ അത് വീണ്ടും ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ച്, ഇന്നലെ എഴുതിയല്ലേ, ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി വിചാരിച്ചപ്പോ ഇത്ര രൂക്ഷമായിട്ട് വേണ്ട, അതിലെ കുറെ സാധനങ്ങൾ അദ്ദേഹം വെട്ടി. പിന്നെയും കൊണ്ടുപോയപ്പോ അല്ല, നാളെ അയക്കാം. 6 ദിവസങ്ങൾക്ക് ശേഷം എഴുതാൻ വേണ്ടി നോക്കുമ്പോ ഇങ്ങനെ വായിച്ച് വളരെ സുന്ദരമായി അദ്ദേഹം ഒരു കൂട്ടുകാരന് എഴുതുന്നത് പോലെ, ഒരു സുഹൃത്തിന് എഴുതുന്നത് പോലെ വളരെ മാന്യമായ വാക്കുകൾ ഉപയോഗിച്ചാണ് എഴുതുന്നത്.
പണ്ടത്തെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നത്തെ ഈ ഫോണും സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളോട് ഒരാള് കാര്യം പറഞ്ഞു എന്ന് വെക്കുക. അപ്പൊ എന്താ പറയാ, ഞാൻ നാളെ ചോദിച്ചോളാം എന്നാ പറയാ. ഞാൻ നാളെ ചോദിക്കാം. നാളെ ആവുമ്പോഴേക്ക് ഏതായാലും ഒരു 10 വട്ടം നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. ഇന്നൊരാൾ വന്ന് നിങ്ങളെ കുറിച്ച് അതാ പറഞ്ഞെന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഞെക്കി അയാളെ വിളിച്ച് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയില്ല, അങ്ങോട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു, പിന്നെ സോറി പറഞ്ഞ കാര്യമില്ലല്ലോ. അസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ നിലനിൽക്കുന്നത്, നമ്മുടെ ഈമാനെ കുറിച്ച് കുറേ ദിവസങ്ങളായി ഓരോന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈമാൻ നിലനിൽക്കുന്നത് ഏറ്റവും മഹത്തായത് സബ്റിലാണ്. വല്ലാഹു മഅസ്സാബിരീൻ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഇന്നല്ലാഹ യുഹിബ്ബുസ്സാബിരീൻ വബശ്ശിരിസ്സാബിരീൻ. എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് റസൂലിന്റെ വാക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഅലം, അത് നെഞ്ചേറ്റുക, ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. പടച്ചവൻ നമ്മെ ഓരോരുത്തരെയും അതിന് തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നാളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ നമ്മുടെ സഹോദരിമാർക്കുള്ള എല്ലാ മാസത്തിലും നടത്തി വരുന്ന ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക, കുടുംബിനികളെ പള്ളിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിക ജീവിതത്തിന് അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് സബ്ർ കൊണ്ടാണ്. അള്ളാഹു ഒരാൾക്ക് ഖൈർ നൽകാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് വിശാലമായി കൊടുക്കുക. ഇതായിരിക്കും സബ്റായിരിക്കുന്നത്. സബ്റാണ് കൂടുതൽ തരിക. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഞാൻ നേരത്തെ എണ്ണിയ 3 മേഖലകളിൽ പരാജയപ്പെടുന്നവരായിരിക്കാം. ഏതെങ്കിലും ഒരു രംഗത്ത് പരാജയമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കണം. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം, അതിന്റെ ഗൗരവം കൊണ്ടും പ്രാധാന്യം കൊണ്ടും. അല്ലാഹുമ്മ ജഅൽനി ശക്കൂറ. എന്റെ കൂടെ എല്ലാവരും പറയണം, അല്ലാഹുമ്മ ജഅൽനി ശക്കൂറ, അല്ലാഹുമ്മ ജഅൽനി സബൂറ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനയ്യ സഈറ, അല്ലാഹുമ്മ ജഅൽനി ഫീ അയ്യുനിൻ നാസി കബീറ, അല്ലാഹുമ്മ ജഅൽനി ശക്കൂറ. പടച്ചോനെ, എന്നെ നീ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ ജഅൽനി സബൂറ, നന്നായി ക്ഷമിക്കാൻ കഴിവുള്ളവരിൽ എന്നെ ഉൾക്കൊള്ളിക്കണം. അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനയ്യ സഈറ വഫീ അയ്യുനിൻ നാസി കബീറ. മറ്റുള്ളവരുടെ കണ്ണിൽ എന്നെ വലിയവനാക്കണം, എന്റെ കണ്ണിൽ എന്നെ നീ ചെറിയവനാക്കണം. ലോകം കീഴ്പ്പെടുത്തുമ്പോൾ ഒന്നും വേണ്ട, വിജയിക്കാൻ അത് മാത്രം മതി. ഒന്നുകൂടെ പറയും, അല്ലാഹുമ്മ ജഅൽനി ശക്കൂറ, അല്ലാഹുമ്മ ജഅൽനി സബൂറ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനയ്യ സഈറ വഫീ അയ്യുനിൻ നാസി കബീറ. അങ്ങനെ പ്രാർത്ഥിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ ശ്രമിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഈമാനിൽ സബ്ർ കൂടി നിറച്ച് മുന്നേറുക. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാകാൻ കൊതിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ വീഴ്ചകളും അവന്റെ മഹത്തായ ഫളിൽ കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്തും മാപ്പേകി തെരുമാറാവട്ടെ. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സന്തോഷമായാലും സങ്കടങ്ങളായാലും ഏത് രംഗത്തും അള്ളാഹുവിലുള്ള പൂർണ്ണ തൃപ്തിയോടുകൂടി ആ മേഖലകളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് സന്തോഷകരമായ അനുഭവം 2 ലോകത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും
അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചറബ് നമുക്കെല്ലാം സൗഭാഗ്യം നൽകി അവൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്ത് റബ്ബന ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലിൽ ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വനജ്ജിനാ മിനൽ ഖൗമി الظالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.